ഒരുപാട് അകലെയുള്ള ഒരു നഗരത്തിൽ വെച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ട നായക്കുട്ടിയെ കാണാതാകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഒരു പരിചയവുമില്ലാത്ത നഗരത്തിൽ എവിടെയെന്ന് വെച്ച് പോലും തിരയുമെന്നറിയാത്ത സാഹചര്യത്തിൽ കുറേ തിരഞ്ഞതിനു ശേഷം നിങ്ങൾ തിരിച്ചു പോരുമായിരിക്കും അല്ലേ? എന്നാൽ 3 മാസത്തെ തിരച്ചിലിനൊടുവിൽ തങ്ങൾക്ക് കാണാതായ നായക്കുട്ടിക്ക് വേണ്ടി ഊണും ഉറക്കവും ജോലിയും എല്ലാം ഒഴിച്ച് തിരച്ചിൽ നടത്തിയ ഒരു ദമ്പതികളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഡൽഹി സ്വദേശികളും ഇപ്പോൾ ഗുഡ്ഗാവിൽ താമസിക്കുകയും ചെയ്യുന്ന ദമ്പതികളായ ദീപയ്യനും കസ്തൂരിയും ദീപാവലിയുടെ അവധിക്കാലം ആഘോഷിക്കാനാണ് അവരുടെ 2 നായ്ക്കളായ ഗ്രേഹൗണ്ടിനെയും വൂൾഫിനെയും കൂട്ടി ആഗ്രയിലേക്ക് പോയത്. അവിടെ ഒരു ഹോട്ടലിൽ താമസിക്കുകയായിരുന്ന ഇവർ അടുത്തുള്ള ഫത്തേപൂർ സിക്രിയിലേക്ക് കാഴ്ചകൾ കാണാൻ പോകുമ്പോഴാണ് ഹോട്ടൽ അധികൃതർ വിളിച്ച് 10 വയസ്സുകാരിയായ ഗ്രേഹൗണ്ട് അതിന്റെ കെട്ടഴിഞ്ഞ് ആഗ്രയിലെ തെരുവുകളിലേക്ക് ഓടിപ്പോയതായി പറയുന്നത്. നവംബർ 5-ന് താജ്മഹൽ മെട്രോ സ്റ്റേഷന് സമീപമാണ് അവസാനമായി ഗ്രേഹൗണ്ടിനെ കണ്ടെത്തിയത്. പിന്നീട് ഒരു സൂചനകളും ലഭിച്ചില്ല. ദീപയ്യനും കസ്തൂരിയും പറ്റാവുന്ന ഇടങ്ങളിലെല്ലാം അന്വേഷിച്ചു. താജ്മഹൽ മെട്രോ സ്റ്റേഷന് സമീപം CCTV ദൃശ്യങ്ങളിലെ ഒരു മങ്ങിയ കാഴ്ച മാത്രമാണ് അവർക്ക് കാണാൻ സാധിച്ചത്. അത് പ്രതീക്ഷ നൽകിയെങ്കിലും ദിവസങ്ങൾ കടന്നുപോയതോടെ ആ പ്രതീക്ഷ അസ്തമിക്കുകയായിരുന്നു. പക്ഷെ ഗ്രേഹൗണ്ടിനെ ഉപേക്ഷിച്ചു പോകാൻ അവരുടെ മനസ്സ് അനുവദിച്ചില്ല. അവളെ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് കരുതാനും അവർക്ക് കഴിഞ്ഞില്ല. ആഴ്ചകളോളം അവർ തെരുവുകളിൽ ചുറ്റിത്തിരിഞ്ഞു. വീടാന്തരം കയറി നാട്ടുകാരുമായി സംസാരിച്ചു. നായയെ കണ്ടെത്തി കൊടുക്കുന്നവർക്ക് ആദ്യം 30,000-ഉം പിന്നീട് 50,000-ഉം പ്രതിഫലമായി സമ്മാനത്തുക പ്രഖ്യാപിച്ചു. മാർക്കറ്റുകളിലും ഇടവഴികളിലും ഒക്കെ തിരഞ്ഞു. ജോലിക്കാരായ ഇരുവരും തങ്ങളുടെ ജോലി പോലും മാറ്റിവെച്ച് അന്വേഷണത്തിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പിന്നീട് അവർ കേസ് ഫയൽ ചെയ്തു. പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ടു. മങ്ങിയ CCTV ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും കണ്ടു. ആഗ്രയിലെ തെരുവുകളിൽ ഡ്രോണുകൾ പറത്തി. സ്നിഫർ നായ്ക്കൾ വന്നു. എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല. എങ്കിലും ദീപയ്യനും കസ്തൂരിയും പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കവെയാണ് പെട്ടെന്നൊരു വഴിത്തിരിവുണ്ടാകുന്നത്. ഒരു ദിവസം ജെയിൻ എന്ന ഒരു ടൂറിസ്റ്റ് ഗൈഡ് അവരെ ബന്ധപ്പെടുകയാണ്. താജ്മഹലിനടുത്തുള്ള ഇടതൂർന്ന വനങ്ങളിൽ ഗ്രേഹൗണ്ടിനെ പോലെ തോന്നിക്കുന്ന ഒരു നായയെ കണ്ടുവെന്ന് അയാൾ പറഞ്ഞു. ദീപയ്യനും കസ്തൂരിയും ഉടൻ തന്നെ അങ്ങോട്ടേക്ക് പോയി. ആ വൈകുന്നേരം കസ്തൂരിയും ദീപയ്യനും ഇരുട്ടിൽ നിന്നുകൊണ്ട് തങ്ങളുടെ നായയുടെ പേര് വിളിച്ചു. ദീപയ്യന്റെ ശബ്ദം ഗ്രേഹൗണ്ട് തിരിച്ചറിഞ്ഞില്ലെങ്കിലും കസ്തൂരിയുടെ ശബ്ദം തിരിച്ചറിയുകയും അവളുടെ അടുത്തേക്ക് ഓടി വരികയും ചെയ്തു. അവളെ കണ്ടതോടെ തങ്ങളുടെ ഹൃദയം തകർന്നു പോയെന്നാണ് കസ്തൂരി പറഞ്ഞത്. 38 കിലോഗ്രാം ഭാരമുണ്ടായിരുന്ന ഗ്രേഹൗണ്ട് 15 കിലോഗ്രാമിലും കുറഞ്ഞ് ആരോഗ്യമെല്ലാം ചോർന്ന് മെലിഞ്ഞ് ദുർബലയായിരുന്നു. നാട്ടുകാരിൽ പലരും ഗ്രേഹൗണ്ടിനെ കണ്ടെങ്കിലും തെരുവ് നായിയാണെന്ന് കരുതി കല്ലെറിഞ്ഞ് ഓടിക്കുകയായിരുന്നു അത്രേ. എന്നിരുന്നാലും ഗ്രേഹൗണ്ടിനെ കണ്ടെത്തിയത് ഒരു അത്ഭുതമായിട്ടാണ് കസ്തൂരി പറഞ്ഞത്. ദീപയ്യനും കസ്തൂരിയും അവരുടെ പ്രിയപ്പെട്ട ഗ്രേഹൗണ്ടുമായി പിറ്റേന്ന് രാവിലെ തന്നെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഗ്രേഹൗണ്ട് കാറിന്റെ പിൻസീറ്റിൽ ചുരുണ്ടുകൂടി. ഒരു നായക്കുട്ടിയോടുള്ള സ്നേഹം എന്നതിലുപരി ഒരു ജീവനോടുള്ള കരുതലാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കസ്തൂരി പറയും പോലെ അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട്. ദീപയ്യനും കസ്തൂരിക്കും അവരുടെ നഷ്ടപ്പെട്ട ഹൃദയത്തിന്റെ ഒരു ഭാഗം തിരികെ കൂട്ടിച്ചേർക്കാൻ സാധിച്ചതുപോലെ.